ഹലോ നമസ്കാരം. രാധാസ്വാമിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നത്തെ കഥ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. പവിത്രത്തിൻ്റെ കഥയിൽ ശ്രീജ നമ്മളുടെ വേദയുടെ അടുത്ത് കഴിഞ്ഞു പോയ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നത്, വിക്രമിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരു ചായക്കടയിലേക്ക് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്താണ് ഇവളെ നമ്മളുടെ രാധയായിട്ട് എങ്ങനെ ബന്ധമെന്ന് ചോദിക്കണം. അപ്പോൾ രാധയായിട്ട് ബന്ധം എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും, എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അല്ല, രാധ എങ്ങനെയാണ് പരിചയിക്കുമ്പോൾ രാധയുടെ അമ്മ അവിടെ പറമ്പിൽ പണിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, രാധയുടെ അമ്മ അങ്ങനെയുള്ള പരിചയം, പിന്നെ അവൾ ചെറുതാകുമ്പോഴേ അവിടെ തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ഇനിയിപ്പോൾ വിക്രമിനെങ്ങാനും രാധയെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാക്കെന്തെങ്കിലും പറഞ്ഞിരുന്നോ ചോദിക്കണം. അവർ അങ്ങനത്തെ ബന്ധമൊന്നുമില്ല. വിക്രമിന് എല്ലാ പെൺകുട്ടികളും ഒരുപോലെ തന്നെയായിരുന്നു. അവനൊരിക്കലും രാധയെ ആ ഒരു കണ്ണോടുകൂടി കണ്ടിട്ടില്ല. ഇനി അവൾക്കുണ്ടായിരുന്നു എന്ന് അവൾക്കായിരുന്നു, പക്ഷെ അവൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും അവൻ്റെ കൂടെ ഏത് പാതിരാക്കി ഏത് പെൺകുട്ടികൾക്കും പോകാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും, ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് പറയും. അത് ശരിയാണ് തന്നെ. അപ്പോൾ നമ്മൾ വേദ പറയേണ്ടത് അത് കറക്റ്റാണ് പറയുന്നത്. അപ്പോൾ പിന്നെ രാധയും വിക്രമും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ വിക്രം കോളേജ് വിട്ട് വരുന്ന വഴിക്ക് എങ്ങനെ വിളിക്കുന്നത്, വിക്രമേട്ടാന്ന് വിളിച്ചിട്ട് അവൾ വരികയാണ്. നമ്മളെ രാധ സൈക്കിൾ ഉന്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നീ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, ഞാൻ വിക്രമേട്ടനെ എപ്പോൾ തൊട്ട് വിളിക്കുന്നതാ എന്നറിയാം. അപ്പോൾ എന്തിന് നീ ഇവിടുന്ന് വരുന്നേക്കുമ്പോൾ ഞാൻ കോളേജിൽ നിന്ന് തന്നെ വരുന്നത്, പക്ഷേ ബസ് ഇറങ്ങുന്നിടത്ത് വിക്രമേട്ടൻ ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു, അവിടെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു, എന്തൊരു പോരല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, നീ എന്തിനാ എന്നെ കാത്തു നിൽക്കുന്നത് വെറുതെ എന്നൊക്കെ പറയും. അങ്ങനെ അവസാനം അപ്പോൾ പറയും, എങ്ങനെ ഇതൊക്കെ വിക്രമേട്ടൻ പഠിച്ചത്, ഇതിന് എനിക്ക് പഠിച്ചെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, +2ൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പറയും, ഇത് പഠിച്ചെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമേട്ടനെ സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ശരി, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ മതി എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ പറയും, ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് അറിയാം. പറയും, നീ നീയോ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. എന്തായിരിക്കും പ്രേമിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, വിക്രമേട്ടനെ അറിയുന്നറിയും. അപ്പോൾ പറയും, ഞാനെങ്ങനെ അറിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്നറിയും. അപ്പോൾ പറയും, ആരോ ഒരു മാഷയുടെ മകനാണ്, നല്ല പഠിപ്പിസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും